എന്താടാ ഒരാളുടെ കറണ്ട് പോയി, പിന്നെ ഒരാൾ ക്രാഷ് ആയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റൂലേ? പിന്നെ ഒരാൾക്ക് റിഫ്രഷ് ബഗ് ആയിരുന്നു. ആർക്കായിരുന്നു റിഫ്രഷ് ബഗ്? അവരോട് ഇറങ്ങി കയറാൻ. ഓക്കെ ഓക്കെ, കറണ്ട് ഇല്ലാത്തതിനായിരുന്നു റിഫ്രഷ് ബഗ്. ഓക്കെ ശരി. അതേപോലെ തന്നെ കിൻഡിനെ അവരവിടെ പിക്ക് ചെയ്തിരിക്കുകയാണ്. 2 പിക്ക് ടീമിലേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിസ്ഡം അസിസ്റ്റ് ഒരു അഗ്രസീവ് പ്ലേ ആണ് നമ്മളവിടെ കണ്ടെന്ന്. നമ്മളത് മിസ്സായി പോയി. നല്ലൊരു പ്ലേ, നല്ലൊരു ഫൈറ്റ്. അവിടെ ടീമിലേക്ക് 2 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വില്ലുവിനെയും മാഡിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേപോലെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വെൽ പ്ലേഡ്, അത് നല്ലൊരു അഗ്രസീവ് പ്ലേ തന്നെ ആയിരുന്നു. കറന്റ് T47 2 പ്ലേയേഴ്സ് ക്രാഷ് ആയി പോയിട്ട് പോലും അവര് അവിടെ ഒരു നല്ലൊരു അഗ്രസീവ് പ്ലേ തന്നെ കാഴ്ചവെച്ചു. ടി വി എ കറന്റ് ഈ ഒരു ഏരിയയിൽ ലോക്കായി. ടി വിക്ക് 2 പ്ലേയേഴ്സ് നഷ്ടമായി. ബാക്കിയുള്ള 10 പ്ലേയേഴ്സ് വെച്ച് എന്താണ് ടി വിക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. T47 നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ വീണ്ടും തിരിച്ച് കിട്ടിയിരിക്കുന്നത്. കാരണം 2 പ്ലെയർ അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ കറന്റ് ഇപ്പോൾ അവരുടെ കത്തിപ്പോ ഫ്ലെക്സർ ആണോ? സൂപ്പർ, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. T47 ഒരു പ്ലെയർ വീണ്ടും ചാവുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു അഗ്രസീവ് പ്ലേ ഫ്രം T47. ടി വി അത് എങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകുന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സോൺ ഷിഫ്റ്റ് കറൻ്റ്ലി പ്ലേ ഗ്രൗണ്ട് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അവർക്ക് T47 ആണ് കറൻ്റ്ലി ഫുള്ളി അഡ്വാൻറ്റേജ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഈ ഏരിയയിലുള്ള ഹൈ ബിൽഡിങ്സ് എല്ലാം അവർ ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടർഫിൻ്റെ ഒരു 70% കൺട്രോൾ ഇപ്പോൾ കറൻ്റ്ലി T47 കയ്യിലാണ്. ഇവിടെ എങ്ങനെ അവർ എന്താ പറ്റിയ ഇവിടെ പടയെന്ന് പറഞ്ഞ് കണ്ടുവരും വീണല്ലോ. വണ്ടി പിറ്റിയെ നിർത്തിയെന്നു. ഓക്കെ, ഹിറ്റാച്ചി, മോബി, ഏബൽ ആൻഡ് നീലൻ ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് കറൻ്റ്ലി. അവർ സോൺ ഔട്ടിലാണ് കറൻ്റ്ലി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടീമിയുടെ 4 പ്ലെയേഴ്സ് സോണിനും അവരുടെ ഇവിടെ സ്നൈപ്പ്, ജുഗ്രു, സാവേജ് അടങ്ങുന്ന ഒരു വണ്ടിയും ഡെസ്ട്രോ ആണ് സോണിൽ. T47 9 പ്ലെയേഴ്സാണ് സോൺ ഇന്നിലുള്ളത്. അവർ കറൻ്റ്ലി അവരുടെ 2 ഒരാൾ വീണ് ചാവുകയും 2 പ്ലേയേഴ്സ് ക്രാഷായി പോവുകയും ചെയ്തിട്ടുണ്ട് T47. ആ ഒരു വന്നോ ഓക്കെ. ഇവിടെ ഈ ഒരു അഗ്രസീവ് പുഷ്, പക്ഷേ അതൊരു മണ്ടൻ കളിയായി പോയി T47 സൈഡിൽ നിന്ന്. ടി വി അവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു 3 അവർക്ക് പിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചാൽ വളരെ അവിടെ വണ്ടി ഇട്ടൊരു കിടിലൻ കവറാണ് കൊടുത്തത്. ജുഗുറ്റ് വിസത്തിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ടി വി ഏവിസ് ഡൗൺ ആയിരിക്കുകയാണ്. T47 2 പിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ടി വിക്ക് നഷ്ടപ്പെട്ട 2 പ്ലേയേഴ്സിന്റെ പിക്ക് അവർ തിരിച്ചെടുത്തിരിക്കുകയാണ്. വിസ്ഡം ആൻഡ് വേറൊരാളാണ് T47 നഷ്ടപ്പെട്ടിരിക്കുന്നത്. അസെൻസിയോയ്ക്ക് കാലത്തിൻ്റെ പകരം ഒരു നല്ലൊരു കവർ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കറൻ്റ്ലി ടി വിയുടെ 8 പ്ലെയേഴ്സ് സോണിനുണ്ട്. എന്തോ നല്ലൊരു അഗ്രസീവ് പ്ലേ ഫ്രം ടി വി എ. നല്ലൊരു അടിപൊളി ഒരു അഗ്രഷനാണ് നമ്മളവിടെ കാണാൻ സാധിച്ചത്. T47 അവിടെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അവരൊരു നല്ലൊരു മണ്ടൻ കളിയായി പോയി അവിടെ കുത്തിയ പ്ലേയേഴ്സ്. പക്ഷേ അവിടെ 3 പേരിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചുള്ളൂ. 2 പേര് കാഷ്വാലിറ്റി അവർക്ക് തിരിച്ച് കൊടുക്കേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ഒരു മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പിക്ക് T47 എടുത്തിട്ടുണ്ട്. തിരിച്ച് ടി വി 2 പിക്ക് എടുത്തിട്ടുണ്ട്. മാച്ച് ഇപ്പോൾ ഒരു ഈക്വൽ ലെങ്ത്തിലാണ് പോകുന്നത്. ബട്ട് T47 ഒരു നമ്പർ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി 8 പേര് സോണിലാണ് നമുക്ക് കാണുന്നത്. 8 T47 സോൺ ആൻഡ് 8 ടി വി സോണിനുണ്ട്. T47 3 ഡൗൺ ആയിട്ടുണ്ട്. ഒരാൾ വീണിയത്ത് 3 ഡൗൺ. ഒരാൾ വീണിയത്ത്, 2 പേര് വെടിവണ്ടിയത്ത്. മൊത്തം 3 പ്ലേയേഴ്സാണ് T47 നഷ്ടമായിരിക്കുന്നത്. ടി വിക്ക് 2 പ്ലേയേഴ്സിനെയും നല്ലൊരു അഡ്വാൻറ്റേജ് ടി വിക്കുണ്ട്. അവർ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ടി വിക്ക് ഇപ്പോൾ മാറി കിട്ടുന്നതായിരിക്കും. ഇത് കുറയാത്തത് ടി വി സോണില്ലാത്തതുകൊണ്ടല്ലേ? സോണില്ലാത്തോണ്ടാ. സോണിൽ കയറി 9 പേരായി കഴിഞ്ഞാൽ കുറഞ്ഞു തുടങ്ങും. ഈ കിൽഫീഡ് അവർക്കും കാണാൻ പറ്റത്തില്ലേ? ഇല്ല, വീണിയാവുന്നതൊക്കെ പറ്റും. ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ കിൽഫീഡ്. അതുകൊണ്ട് അവർക്ക് വേറെ, ഈ കിൽഫീഡ് അല്ല, അവർക്ക് വേറെ. അപ്പം ടി വി കിൽഫീഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പർ കൗണ്ട് അഡ്വാൻറ്റേജ് ടി വിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
ഓക്കെ, അവിടെ ഒരു വണ്ടിയിലോട്ട് ടിവിയുടെ പ്ലേയേഴ്സ് പുഷ് ചെയ്യുകയാണോ? അവിടെ നീലൻ ഇറ്റാച്ചി മാധവൻ ഉണ്ണിനെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. മാധവൻ ഉണ്ണി അവിടുന്ന് വണ്ടി എടുത്ത് ഫോൾ ബാക്ക് ആയിട്ടുണ്ട്. കറന്റ് നമ്പർ അഡ്വാൻറ്റേജ് ടി വിക്കാണ്. അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടി വിക്ക് ഈ ടർഫ് ഈസി ആയിട്ട് പിടിക്കാം, ഇൻഫ്ലുവൻസ് ത്രൂ. ബട്ട് എങ്ങനെ മാച്ച് പോകുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. രണ്ട് ടീമും നല്ലൊരു അഗ്രഷനാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ടിവിയുടെ സൈഡിൽ നിന്നും T47 സൈഡിൽ നിന്നും നല്ലൊരു അഗ്രഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, T47 ഈ ഒരു ഏരിയയിലോട്ട് മൂവ് ഔട്ട് ആയിട്ടുണ്ട്. അവരവരുടെ ടർഫിൻ്റെ ഇൻഫ്ലുവൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ടർഫിൻ്റെ ഏരിയ കറൻ്റ് 70% ഇപ്പോഴും അല്ല 70 അല്ലേ, ഇപ്പോൾ കറൻ്റ് ഒരു 50-50 എന്നുള്ളൊരു ടി വിയെ ഒരു 50% ടർഫ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ T47 ഒരു 50% ടർഫ് അവരും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്പർ അഡ്വാൻറ്റേജ് ടി വിക്കാണ് കറൻ്റ് ഉള്ളത്. അത് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന് അവർ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇൻഫ്ലുവൻസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ടി വി പ്ലേയേഴ്സ് സോണിൽ വന്നതുകൊണ്ട് ഇൻഫ്ലുവൻസ് പടപടയെന്ന് പറഞ്ഞ് കുറയുന്നുണ്ട്. T47 തിരിച്ചൊരു പിക്ക് എടുത്ത് ട്രേഡ് ബാലൻസ് ചെയ്യാതെ T47 കയ്യിൽ നിന്നും ഈ ഒരു ടർഫ് പോകാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഇവയിലെ ഒരാൾ കത്തിപ്പോയിട്ടുണ്ട്. പറ്റും. ആരാന്നറിയില്ല. ചെവിക്കാൻ കളിച്ചാൽ മതി, പക്ഷെ ലാസ്റ്റ് സോൺ വരെ നിൽക്കേണ്ടി വരുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ടി വിയുടെ ഒരു പ്ലെയർ ക്രാഷായി, T47 ഒരു പ്ലെയർ ക്രാഷായി, കറണ്ട് ഇല്ലാതെ പോയിട്ടുണ്ട്. രണ്ടുപേരും ഓരോരോ പ്ലേയേഴ്സ് കുറഞ്ഞാണ് കളിക്കുന്നത്. പിക്ക് പേസ് നോക്കുവാണെങ്കിൽ T47 3 ഡൗൺ ആണ്, ടി വി 2 ഡൗൺ ആണ്. അവിടെ ടി വിക്കാണ് അഡ്വാൻറ്റേജ്. ഈ ഇൻഫ്ലുവൻസ് ഇപ്പോൾ കറന്റ് 80% ആയിട്ടുണ്ട്. ഓസ്കാർ ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട്, ബട്ട് ടി വിക്ക് വലിയ ഡാമേജ് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു T47 2 പ്ലേയേഴ്സ് ഇപ്പോഴും ഈ ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടെ 2 വണ്ടി ഇപ്പോഴും ഈ ഒരു ഏരിയ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു സോൺ ഷിഫ്റ്റ്. അടുത്ത സോൺ ഷിഫ്റ്റ് എത്രയിലായിരുന്നു? 20 33 31 ഷിഫ്റ്റ് അല്ലേ? 12 മിനിറ്റ് എന്ന് പറയുമ്പോൾ 22-ലാന്ന് തോന്നുന്നു അല്ലേ? 22. ഓക്കെ, അടുത്ത സോൺ ഷിഫ്റ്റ് വരാൻ പോകുന്നത് 22 മിനിറ്റിലാണ്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ആകാൻ പോകുന്നത്. കറന്റ് ടി വിയെ ഈ ഒരു ഏരിയാസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. T47 എല്ലാം ഒന്ന് ശാന്തമായി. ഓക്കെ, ഇല്ല, T47 എന്തായാലും ചെയ്തേ പറ്റും. യെസ്, കറന്റ് അവർ T47 ഇങ്ങനെയാണ് T47 കളിക്കുന്നതിൽ നിന്ന് എങ്കിൽ അവർക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ടർഫിൻ്റെ ഇൻഫ്ലുവൻസ് ടി വിക്ക് കൈമാറാൻ സാധിക്കുന്നതാണ്. T47 ഒരു അഗ്രസീവ് പ്ലേ അവർ എടുക്കാത്ത പക്ഷം, അല്ലെങ്കിൽ തിരിച്ചൊരു ട്രേഡ് എടുക്കാത്ത പക്ഷം ഈ ഒരു ടർഫിൻ്റെ ഇൻഫ്ലുവൻസ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ 5 സെക്കൻഡിലും 2 ഇൻഫ്ലുവൻസ് വെച്ചാണ് ടി വിക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അല്ല, തിരിച്ച് ടി വി സോൺ ഔട്ട് പോയോ? ടി വി സോൺ ഔട്ട് പോയി, അതാ ഇൻഫ്ലുവൻസിന് ചേഞ്ച് ഉണ്ട്. T47 സോൺ ഔട്ട് പോയി. ഓക്കെ, യെസ്, ഓരോ 5 സെക്കൻഡിലും 2 ഇൻഫ്ലുവൻസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് കറൻ്റ്. T47 അസൻസിയോ ടച്ച് സ്പോട്ട് നല്ലൊരു സ്പ്രേ കൊടുത്തിട്ടുണ്ട്. അസൻസിയോ മേളിൽ കയറി. അസൻസിയോക്ക് നല്ലൊരു ടാഗ് അവിടുന്ന് ലോങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്. അസൻസിയോ ഫോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഡാൻസിങ് ബോബി ഈ ഒരു ഏരിയ ആണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടി വിയുടെ പ്ലേയേഴ്സ് ഈ ഒരു ഏരിയ ആണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറൻ്റ് മെയിൻ ടർഫും അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ആണ് ടി വി പ്ലേയേഴ്സ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. T47 ഇവിടെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷൻ T47 എടുത്തിട്ടുണ്ട്. അവരുടെ 2 പ്ലേയേഴ്സ് ഇപ്പോഴും ഹൈ ഗ്രൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഒരാളേ ഉള്ളൂ, ഒരു പ്ലെയർ മാത്രമേ ഇപ്പോൾ ഹൈ ഗ്രൗണ്ട് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം T47 അറിയാം അവർക്ക് ഓരോ 5 സെക്കൻഡിലും ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയുള്ള ഓരോ മിനിറ്റുകളും അവർക്ക് വിലപ്പെട്ടതാണ്. ഒരു മിനിറ്റിൽ അറൗണ്ട് 30%, 30 അല്ലല്ലോ, 5 ആണെങ്കിൽ 10, 50, 12 ആകുമ്പോൾ 24. അതായത് ഓരോ മിനിറ്റിലും 24% ഇൻഫ്ലുവൻസ് ആണ് T47 നഷ്ടപ്പെടാൻ പോകുന്നത്. ബട്ട് ഇൻഫ്ലുവൻസ് ഹോൾഡ് ആയിരിക്കുന്നതിന് കാരണം ടിവിയുടെ എല്ലാ പ്ലേയേഴ്സും സോൺ ഇൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഏതോ 2 പ്ലേയേഴ്സ് സോൺ ഔട്ടിലാണ് ഇപ്പോഴും കളിക്കുന്നത്. മേ ബി ടി വിയെ ആ നമ്പർ അഡ്വാൻറ്റേജ് ശ്രദ്ധിച്ച് കളിക്കാത്തത് കൊണ്ടായിരിക്കും. ഓക്കെ, T47 പ്ലേയേഴ്സ് സോൺ ഔട്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്തു. ടി വിയെ വീണ്ടും കൗണ്ട് കൂടുന്നതും ഇൻഫ്ലുവൻസ് കുറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട്. വീണ്ടും 7-7 കൗണ്ട് വരുന്നുണ്ട്.
ഇപ്പോൾ കറൻ്റ്ലി നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷനിൽ ടി വി ആണ് നിൽക്കുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റാണ് കളി നിർണ്ണയിക്കാൻ പോകുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റിൽ നമുക്കൊരു കലാശക്കൊട്ട് രൂപണയുള്ളൊരു ഫൈറ്റ് കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു എനിക്ക്. എന്ത് തോന്നുന്നു ഡൈനോ, ഈ ഒരു മാച്ച് എങ്ങനെ ഏത് ദിശയിലോട്ട് തിരിയാം, എന്ത് തോന്നുന്നു? ആദ്യത്തെ സോൺ ഷിഫ്റ്റിൽ T47 ആയിരുന്നു ഫുൾ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്. ബട്ട് അവർ ആ ഒരു അഡ്വാൻറ്റേജ് അവരുടെ കയ്യിൽ നിന്ന് ടി വിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നല്ലൊരു പുഷായിരുന്നു ടി വിയുടെ സൈഡിൽ നിന്ന്. നല്ലൊരു ബാക്കപ്പ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. നല്ലൊരു അഗ്രസീവ് പുഷ് തന്നെ കാണാൻ സാധിച്ചു. നല്ല 2 കിടിലൻ പിക്കാണ് അവർക്ക് T47 തിരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ നമുക്ക് ആദ്യം മിസ്സായ ഫൈറ്റിൽ തന്നെ T47 നല്ലൊരു അഗ്രസീവ് പുഷ് കാണിച്ച് ടി വിയുടെ 2 പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡൈനോ ഇല്ലെന്ന് തോന്നുന്നല്ലേ? അതാണ് ഉണ്ട്. ഉണ്ടല്ലോ, എന്ത് ഞാൻ പറഞ്ഞു. ഭീമ കാരോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 5 സബ്സ്ക്രിപ്ഷൻസ്. ഏതാ ഭീമ? താങ്ക് യു സബ്സ്ക്രിപ്ഷൻ. ഉണ്ട് ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. എന്തായാലും ചോദിച്ചേ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് T47 അഗ്രസീവ് കളിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് കൂടുതൽ ടി വിക്കല്ല, ടി വി സേഫ് കളിച്ചാൽ മതി. അഗ്രസീവ് കളിക്കേണ്ട T47. കറന്റ് ഉള്ള മാൻ അഡ്വാൻറ്റേജ് ടി വിക്കാണ്. കറന്റ് ഇൻഫ്ലുവൻസ് ടി വി ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മേ ബി അവർക്ക് കുറച്ചും കൂടെ ഈ ഇൻഫ്ലുവൻസ് കുറപ്പിക്കാൻ പറ്റിയേനെ. T47 കുറച്ചും കൂടെ പ്രഷർ ചെയ്യാൻ പറ്റിയേനെ. കാരണം ഒരു ടീമിൻ്റെ ഇൻഫ്ലുവൻസ് കുറയുമ്പോഴാണ് ഒരു ടീം ഏറ്റവും കൂടുതൽ പ്രഷർ ആവുന്നത്. കാരണം ഓൾഡ് ഓൺ അല്ലാത്ത പക്ഷം ഒരു പ്ലെയറെങ്കിലും എലൈവ് ഉണ്ട്, സോണിനാണ് ഉള്ളതെങ്കിൽ ഓക്കെ T47 നല്ലൊരു അറ്റാക്കിങ് നമുക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം T47 ആ ഉള്ളൊരു സോണിൻ്റെ എഡ്ജിലോട്ട് നമ്മുടെ അസൻസിയോ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ടി വിക്ക് ഇപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ഫൈറ്റ് നമുക്ക് കാണാം. ഓക്കെ, ഇവിടുന്ന് T47 നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട് അവർക്ക്. സോൺ വന്നോ? യെസ്, അടുത്തൊരു സോൺ വന്നിരിക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കളി ഏത് ദിശയിലോട്ടാണ് പോവാൻ പോകുന്നത് എന്ന്. ഒരു ഓപ്പൺ സോണാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ബിൽഡിംഗ് ഈ ക്യാമറ ബിൽഡിംഗ് ആണ്. ബട്ട് കറൻ്റ്ലി T47 ആരും ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഇല്ല. ഉടനെ തന്നെ അവർക്ക് ആരെങ്കിലും ആ ബിൽഡിങ്ങിൽ കയറിയില്ലെങ്കിൽ ആ ഒരു ഹൈ ഗ്രൗണ്ട് അഡ്വാൻറ്റേജിൻ്റെ അവർക്ക് നഷ്ടപ്പെടും. ബട്ട് ടി വിക്ക് അവിടെ ഒരു അഗ്രഷൻ കാണിക്കേണ്ട ആവശ്യവും ടി വിക്ക് കറൻ്റ്ലി ഇല്ല. കാരണം ഇപ്പോൾ കളി ടി വിയുടെ കയ്യിലാണ്. T47 എന്താണ് ചെയ്യുക? മാധവനുണ്ട് ടി വി എല്ലാ സൈഡിൽ നിന്നും നല്ലൊരു അഗ്രസീവ് പുഷ്. മാധവനുണ്ട് ഡൗൺ, നീലകണ്ഠൻ ഓടിക്കേറി. അത് വലിയൊരു വീണ്ടും നമ്പർ അഡ്വാൻറ്റേജ് ടി വി അഗ്രസീവായിട്ടാണ് തന്നെ കളിക്കുന്നത്. അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ക്യാപിറ്റലൈസ് ചെയ്യാൻ ടി വി ശ്രമിക്കുന്നില്ലെന്ന് തോന്നുന്നു. ബട്ട് അവരൊരു നല്ലൊരു കിടിൽ പുഷാണ് കണ്ടത്. അത് ആരും പ്രതീക്ഷിക്കാത്തൊരു പുഷ്. T47 വീണ്ടും ഒരു പ്ലെയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഖാലിദിന് നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. ഖാലിദ് ഈ ഒരു സൈഡിൽ നിന്നും നല്ലൊരു ബാക്കിൽ നിന്നും ഡെസ്ട്രോ ആൻഡ് മോബി വന്നിട്ടുണ്ട്. മോബി ആൻഡ് ഡെസ്ട്രോ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. T47 അവിടെ സാൻഡ്വിച്ച് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. T47 എന്താണ് T47 ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മോബി ആൻഡ് ഡെസ്ട്രോ വണ്ടി പിറ്റിയത്. ഓക്കെ, ആ വണ്ടി എടുത്ത് അസൻസിയോ അവിടെ ചെന്നു. ആ വണ്ടീനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. വെൽ പ്ലേഡ്. അത് നല്ലൊരു പ്ലേ ഉണ്ടായിരുന്നു അസൻസിയോയുടെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. നല്ലൊരു സെൻസിബിൾ പ്ലേ. ടിവിയുടെ ഒരു വണ്ടി അവിടെ പൊട്ടിയിരിക്കുകയാണ്. ഖാലിദ് നല്ല ടാഗ് കിട്ടുകയാണ് ഖാലിദിന്. ഇയാളെന്തിനാ ഗെയിം സൗണ്ട് ഉപയോഗിക്കുന്നത്? ഓക്കെ, റഷ്യൻ ഓവൻ, അസൻസിയോ, ഓസ്കാർ ഖാലിദ്. നല്ലൊരു പുഷ് ഫ്രം ടി വിയെ. വേറൊരു പിക്കും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ടി വി ആ ഒരു ആംഗിളിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. T47 നല്ലൊരു പ്രതിസന്ധിയിലാണ് ടി വി ആക്കിയിരിക്കുന്നത്. T47 ഒരു പ്ലെയറിനെ കൂടെ അവർക്ക് പിക്ക് ചെയ്യാൻ സാധിച്ചു. ഓ മൈ ഗോഡ്, മോബി ആൻഡ് റെസ്റ്റോ ആ ഒരു ബിൽഡിംഗ് എടുത്ത് മേളിലുള്ള ഡാൻസിങ് ബോബിനെ ഫയർ ചെയ്യുന്നുണ്ട്. നല്ല ഫാങ്കിളാണത്. നല്ലൊരു ഡാൻസിങ് ബോബിക്ക് താഴെ ഇറങ്ങേണ്ടി വന്നു. ആ ഒരു അഡ്വാൻറ്റേജ് കൂടെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. T47 സോൺ ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. സോണും ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ടി വി ഉടനെ തന്നെ നല്ലൊരു പൊസിഷൻ അഡ്വാൻറ്റേജ് ടി വിക്ക് എടുക്കാൻ സാധിച്ചാൽ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ ടി വിക്ക് കിട്ടുന്നതായിരിക്കും. T47 ഈ ഒരു ആംഗിൾസ് ആണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്പർ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ടി വിയേക്കാണ് അഡ്വാൻറ്റേജ്. T47 2 പ്ലേയേഴ്സ് ഡൗൺ ആണ്. T47 4 പ്ലേയേഴ്സിനെ നഷ്ടമായിട്ടുണ്ട്. അതേപോലെ തന്നെ ടി വിക്ക് 2 പ്ലേയേഴ്സിനെ നഷ്ടമായിട്ടുള്ളൂ. ഇവർക്ക് ഈ ഒരു മാച്ച് എപ്പോൾ വേണമെങ്കിലും തിരിക്കാൻ സാധിക്കുന്നതാണ്. ബട്ട് ടി വിയെ ഈ ഒരു സോണിൽ ഇനി എൻട്രി എടുത്തിട്ടില്ല. 68% ഇൻഫ്ലുവൻസ് T47 ആയിട്ടുണ്ട്. ടി വിയുടെ ഒരു എൻട്രി ഈ ഒരു സോണിലോട്ട് നമുക്കിനിയും കാണാൻ സാധിച്ചിട്ടില്ല. ടി വിയെ
നല്ലൊരു നമ്പർ അഡ്വാൻറ്റേജ് ടി വിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ടി വിയെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇറ്റാച്ചി ആ ഒരു ഏരിയയിലാണ് കളിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ T47 ഫെൻസസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരുടെ വണ്ടികൾ എപ്പോഴും റൊട്ടേഷനിൽ തന്നെയാണ് ഇപ്പോഴും കറൻ്റ്ലി. കളിക്കാതെ അറിയില്ല, ഞാനല്ലല്ലോ കളിക്കുന്നത്. ഓക്കെ, അസൻസിയോ നല്ലൊരു സ്പ്രേ, നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് അസൻസിയോക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ T47 വീണ്ടും, ബട്ട് T47 ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കളിച്ചിട്ട് കാര്യമില്ല, അതാണ് പ്രശ്നം. ഇല്ല, അവര് സോണിൽ കയറിയല്ല അങ്ങനെ കളിക്കാതിരിട്ട് കാര്യമില്ല. ടി വി കയറണം, ടി വി കയറാൻ ഒരു ലൊക്കേഷൻസ് ഇല്ല ഇപ്പോൾ. കറൻ്റ്ലി നമ്പർ അഡ്വാൻറ്റേജ് കുറഞ്ഞിട്ടും ടി വിനെ അവർ സോൺ ഇന്നിലോട്ട് കയറ്റാൻ വിടാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കാൻ T47. നല്ലൊരു പ്ലേ തന്നെയാണത്. നല്ലൊരു പ്ലേ നമുക്ക് T47 കാണാൻ സാധിക്കുന്നുണ്ട്. വെൽ പ്ലേഡ്, നല്ല അഗ്രസീവ് പ്ലേ സ്റ്റൈല്. ടി വിയെ ഇൻഫ്ലുവൻസിന് കളിക്കുന്നില്ല, അതെന്താണോ. ഓക്കെ, ടീമിയുടെ അഗ്രഷൻ അവിടെ കൊണ്ടുവന്ന് നല്ലൊരു അഗ്രഷൻ. അസൻസിയോ താഴെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ മണ്ടത്തരമായി പോയി. 5 പേർ അടക്കാൻ അസൻസിയോ കയറുന്നത്. അസൻസിയോനെ പിക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി സാവേജ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. സാവേജ് താഴെ ഇറങ്ങി. നല്ലൊരു ടാഗാണ് സാവേജിന് കൊടുക്കുക. പിക്ക് ചെയ്തിട്ടുണ്ട്. 2 players down for T47. TVA ഈ ഒരു ഏരിയ അഗ്രസീവായിട്ട് തന്നെ പുഷ് ചെയ്ത് അത് എടുത്തിരിക്കുകയാണ്. T47 പ്ലേയേഴ്സ് എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കറൻ്റ്ലി T47 5 പ്ലേയേഴ്സാണ് T47 ബാക്കിയുള്ളത്. നല്ലൊരു അഗ്രസീവ് പുഷ് ഫ്രം TVA. വെൽ പ്ലേഡ്. ഖാലിദ് അവിടെ വണ്ടിയായിട്ട് സ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ടിവിയുടെ പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ടിവിക്ക് പ്ലെയർ നഷ്ടങ്ങളൊന്നും കറൻ്റ്ലി ഇല്ല. ഓസ്കാർ ജോഡ്വിൻ ഫൈൻ. ഓക്കെ, T47 അങ്ങോട്ടൊരു അഗ്രസീവ് പുഷ് ചെയ്തേ മതിയാവും. ബട്ട് എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം 5 പ്ലേയേഴ്സാണ് T47 ബാക്കി. ഇപ്പോൾ 2 പ്ലേയേഴ്സിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൗണ്ട് 6 പ്ലേയേഴ്സ് പിക്ക് ഓഫ് ആയിരിക്കുന്നുണ്ട് T47. 6 പ്ലേയേഴ്സ് നഷ്ടമായി. ബാക്കിയുള്ള 6 പ്ലേയേഴ്സ് ഉണ്ടായിരിക്കണം. ഒരു പ്ലെയർ കറണ്ടില്ലാതെ കത്തിപ്പോയി. മൊത്തത്തിൽ 5 പ്ലേയേഴ്സാണ് ഇനി ബാക്കിയുള്ളത്. ടിവിയുടെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിവിയുടെ എത്ര പേരുണ്ടോ ഇതിൽ? 2 പേര് ഡൗൺ, ഒരാൾ കത്തിപ്പോയി അല്ലേ? 10 പ്ലേയേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ. ഒന്ന് ഞാനാണ്. ഓക്കെ, ടിവിക്ക് 9 പ്ലേയേഴ്സ് ആണുള്ളത്. ഒരാൾ കത്തിപ്പോയി, 10 പ്ലേയേഴ്സ് എലയും. അതിലൊരാൾ കത്തിപ്പോയി, 2 പേര് T47 പിക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു തുടക്കം T47 കിട്ടിയെങ്കിലും അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ളത് T47 സാധിച്ചില്ല. ടിവിയുടെ സൈഡിൽ നിന്ന് ഒരു മാസ്മരിക പ്ലേ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഖാലിദ് ചാടിയിട്ടുണ്ട്. മോബിനെ അടിക്കാൻ വേണ്ടി ഖാലിദ് ഈ ഒരു പൊസിഷൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഖാലിദിനെ പിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ജുഗ്രു ആ ഒരു ആംഗിളിലോട്ട് എത്തിയിട്ടുണ്ട്. ഖാലിദിന്റെ പൊസിഷൻ നോൺ ആണ് ഇപ്പോൾ കറൻ്റ്ലി. മോബി അതിൻ്റെ മുകളിൽ കയറി ഖാലിദിന് നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ഖാലിദിന് നല്ലൊരു ടാഗ് ഇറങ്ങിയിട്ടുണ്ട്. ഖാലിദ് ബാക്കിലോട്ട് ഫയറിംഗ് റേഞ്ചിൻ്റെ ബാക്കിലോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ജുഗ്രു ഈ ഒരു ആംഗിളിലോട്ട് എത്തിയിട്ടുണ്ട്. ഖാലിദ് സോൺ ഔട്ടിലേക്ക് ഓടുകയാണ്. സോൺ ഔട്ടിൽ നിന്നും റൊട്ടേറ്റ് ചെയ്യാനാണ്. അത് നല്ലൊരു ചോയ്സാണ് ഖാലിദിൻ്റെ സൈഡിൽ നിന്നും. കാരണം അതുവഴി മാത്രമേ സേഫായിട്ട് ഖാലിദിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. T47 1, 2, 3, 4 ഒന്നും 5 പ്ലേയേഴ്സ് ലൈവ്. TVA 9 പ്ലേയേഴ്സ് ലൈവ്. ഫുൾ അഡ്വാൻറ്റേജ് ടു TVA. 42% ഇൻഫ്ലുവൻസേ ഉള്ളൂ T47 ബാക്കി. T47 ഇൻഫ്ലുവൻസ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 14 മിനിറ്റ് ബാക്കി. TVA ഇൻഫ്ലുവൻസ് അവരുടെ പേരിലാക്കിയിട്ട് ഒരു അഗ്രസീവ് പുഷിന് പോകേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഒരു വൈപ്പ് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഒരാളെ കത്തിയിട്ടുണ്ട്. ആണോ? സൂപ്പർ. T47 ഒരു പ്ലെയറും കൂടെ അവർക്ക് കത്തിപ്പോയെന്ന് തോന്നുന്നല്ലേ? ഇല്ലടാ, ഉണ്ടടാ. ടിവിയിൽ ഒരാൾ കൂടി കത്തി. 1, 2, 3, 4 പേരുണ്ടല്ലോ. T47 ഒരു പ്ലെയറും. പവർ കട്ട് ഉണ്ടല്ലേ? ഇന്ന് പവർ കട്ട് ഉണ്ട്. ലോഡ് ഷെഡിങ് ഉണ്ടല്ലോ. ഇവിടെ പോയി ഞാൻ കറണ്ടില്ല ഇപ്പൊ. എനിക്ക് 11 ഓക്കെ. അഗെയിൻ കറന്റ്ലി T47 ആണ് പുഷ് ചെയ്ത് വരേണ്ടത്. T47 ഒരു അഗ്രസീവ് പുഷ് ചെയ്യാത്ത പക്ഷം ഈ കളി T47 നഷ്ടമാകുന്നതായിരിക്കും.
4 പ്ലേയേഴ്സാണ് T47. ബാക്കി കറൻ്റ്ലി ഉള്ളത് TVAക്ക് 8 പ്ലേയേഴ്സ്. 8-9 പ്ലേയേഴ്സ് ഉണ്ടടാ TVAക്ക്. ആരാ പറഞ്ഞ കത്തിപ്പോയെന്ന്? ഇല്ല ഒന്ന് അപ്പാപ്പനില്ല. അല്ലാതെ ഉണ്ടടാ 5, 6, 7 അല്ലേ? 8 ഉണ്ടടാ അല്ലേ? ഒരാൾ കത്തി. ഓക്കെ, TVA പുഷ് ചെയ്ത് വരുന്നുണ്ട്. നീലകണ്ഠൻ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ജുഗ് പുഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കാലിദ് ബാക്കിലാണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള ജോഡക്സ് NV ഡൗൺ, ഓസ്കാർ ഡൗൺ ആയിട്ടുണ്ട്. T47 കാലിദ് ഡൗൺ ആയിട്ടുണ്ട്. ലാസ്റ്റ് മെമ്പർ സ്റ്റാൻഡിങ് ഡാൻസിങ് ബോബി. ഒരു പ്ലെയർ മാത്രമാണ് കറന്റ്ലി അവശേഷിക്കുന്നത് T47-ൽ. ഒരേ ഒരു പ്ലെയർ മാത്രം. ഓക്കെ, ഇറ്റാച്ചി സോൺ ഔട്ടിലോട്ട് ഓടി കയറിയിട്ടുണ്ട്. ഇറ്റാച്ചി ഓക്കെ, നീലൻ മേളിൽ കയറി. ഡാൻസിങ് ബോബി ഡൗൺ. കറന്റ്ലി TVയുടെ എല്ലാ T47 എല്ലാവരും തീർന്നില്ലേ? കത്തിപ്പോയി ആരെങ്കിലും കയറി വരുന്നുണ്ടോ? കയറി വരുമോ നോക്കട്ടെ. അങ്ങനെ കറന്റ് സിനാരിയോ, ദ ടർഫ് ഗോസ് ടു TVA. സ്നൈപ്പിലെക്സ് കത്തിയല്ലേ? ഓ, അങ്ങനെ ഈ ടർഫ് TVAക്ക് കിട്ടിയിരിക്കുകയാണ്. ദിസ് ടർഫ് ഗോസ് ടു TVA. T47 ആരെങ്കിലും ഉണ്ടോന്നേ അവിടെയൊക്കെ ചോദിച്ചിട്ട് വരാം. ആരെങ്കിലും ഇനി ഉണ്ടോ ഇവിടെ? ചോദിച്ചോട്ടെ. കാലത്ത് മാത്രം. അവരിറങ്ങി. കാലത്ത് വേറെ ആരും വരുന്നുണ്ടോ? ഉണ്ടാക്കട്ടെ കാലത്ത്. അവരിറങ്ങി. ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഈസ് 5 സ്റ്റോപ്പ്. അങ്ങനെ FRP ഇല്ലാത്ത പക്ഷം ഈ ടർഫ് TVയുടേത് ആയിരിക്കുകയാണ്. ഈസ്റ്റ് 5.